നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എലി പ്ലാവ് കണ്ട ചക്ക കാഴ്ച കിടക്കണ കണ്ടില്ലേ, നമ്മുടെ കൈ എത്തണ ദൂരത്താണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് വർഷം മുഴുവനും ചക്ക കിട്ടിക്കൊണ്ടേയിരിക്കും. നമുക്കിന്ന് പ്ലാവൊക്കെ വെക്കാൻ, വലിയ പ്ലാവൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാവർക്കും കുറവുള്ളൂ. അപ്പം ഇതേപോലെയുള്ള പ്ലാവ് വെച്ചാൽ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചക്ക ഇല്ലാത്ത ഒരു സമയമാണ് ഈ ടൈം. അപ്പം ഈ സമയത്തും നമുക്ക് ചക്ക കണ്ട കൊലയില് ഇതിലിപ്പോൾ ഒരു 5 ചക്ക ഉണ്ടായതാണ്. ഞങ്ങൾ വിളവെടുത്തിട്ടാണ് ഇപ്പം ഇത് 3 എണ്ണം അയക്കണത്. അപ്പം നമുക്ക് എപ്പോഴും ചക്ക കഴിക്കാൻ കണ്ട. ഇതിലിപ്പോൾ ചെറിയ ചക്ക ഉണ്ടാവണണ്ടില്ലേ, ചെറിയ ചക്ക ഉണ്ടാവുന്നുണ്ട്, അതേപോലെ തിരി ഇടുന്നുണ്ട്. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിന് മുമ്പ് ഇപ്പം 2 മാസം മുമ്പൊക്കെ ഇതിൽ ചക്ക ഉണ്ടായിരുന്നാണ് മഴക്കാലത്തൊക്കെ. അപ്പം നമുക്ക് ഇന്ന് ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഡ്രമ്മിലോ അല്ലെങ്കിൽ ടെറസിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയതാണ്. അധികം സ്ഥലം വേണ്ട, കുറഞ്ഞ സ്ഥലം മതി. ഇനിയിപ്പോൾ അധികം വെയിലില്ലെങ്കിലും ചക്ക നന്നായിട്ട് തന്നെ കായ്ക്കോട്ടെ. പ്ലാവിന് അധികം വെയിലൊന്നും വേണമെന്നില്ല. നമുക്ക് പ്രൂൺ ചെയ്തൊക്കെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ച് സ്ഥലം മതി. എന്നാൽ നമുക്കൊരു 3 പ്രാവശ്യം വർഷത്തിൽ നമുക്കൊരു 3 പ്രാവശ്യം നമ്മൾ വളം ഇട്ട് കൊടുക്കണം. പിന്നെ വേനൽക്കാലത്ത് നനച്ചും കൊടുക്കണം. അത്ര മാത്രമാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഒരു ചക്ക നമുക്ക് വിളവെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചക്ക ഒന്ന് നമുക്ക് വിളവെടുക്കാം. അപ്പം നമുക്ക് ഈ ചക്ക ഒന്ന് വിളവെടുക്കാം. വിളവെടുപ്പ് എന്നൊക്കെ പറയാൻ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളത്. അതിപ്പോൾ എന്തായാലും പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ വിളവെടുക്കുമ്പോൾ നമുക്ക് പ്രത്യേക സന്തോഷം. അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ വളർത്തണ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ വിളവെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണല്ലോ. അപ്പം നമുക്കിതൊന്ന് വിളവെടുക്കാം. അപ്പം നമുക്ക് ചക്ക ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ സാധാ ചക്ക കട്ട് ചെയ്യണ പ്രയാസമൊന്നുമില്ല ഈ ചക്ക കട്ട് ചെയ്യാനായിട്ട്. കണ്ട ഇതിൻ്റെ അകം കണ്ടില്ലേ, നല്ല റെഡ് കളറാണ്, നിറച്ച് ചുളകളാണ്. കണ്ട ഈ ചക്കയുടെ പൊല്ല ഒട്ടും തന്നെ പൊല്ലൊന്നുമില്ല, വെറും ചുളകൾ മാത്രമാണ്. നമ്മൾ ചക്ക കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയ ചക്കയാണെന്ന്. പക്ഷെ നമ്മിത് പാത്രത്തിലേക്ക് ഇത് പറിച്ച് ഉല്ലിട്ട് കഴിയുമ്പോൾ നിറച്ച് ചുളകളാണ്. നമുക്ക് ഇഷ്ടം പോലെ തിന്നാനും കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നല്ല തേൻ പോലത്തെ മധുരമാണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം ചക്കയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റെഡിഷ് കളറൊക്കെയാണ്, മടൽ കുറവാണ്. പിന്നെ പശ നമ്മുടെ സാധാ ചക്കയുടെ പശയൊന്നുമില്ല. നമ്മുടെ നാടൻ ചക്കയൊക്കെ മുറിക്കുമ്പോൾ നല്ല പശയായിരിക്കുമല്ലോ. ഇത് അത്രയും പശയൊന്നും ഉണ്ടാവില്ല. കുറച്ച് ഇപ്പം നമ്മൾ മുറിക്കുമ്പോൾ മാത്രമുള്ള പശ ഉണ്ടാവുള്ളൂ. പൊല്ലകൾ ഒട്ടുമില്ല. കണ്ട നിങ്ങൾ കണ്ടില്ലേ, പൊല്ലകൾ ഒട്ടും തന്നെ ഇല്ല. അപ്പം നമുക്ക് ഇതേപോലത്തെ പ്ലാവൊക്കെ നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ചക്ക കഴിക്കാം. ഈ സമയത്തെന്ന് പറഞ്ഞാൽ ചക്കയൊക്കെ എല്ലാവരും തിന്നാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരു ടൈമായിരിക്കുമല്ലോ ഇപ്പോഴൊക്കെ. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഈ വക പ്ലാവൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നന്നായിട്ട് ചക്ക നമുക്ക് ഏത് ടൈമിലും ചക്ക കഴിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൈകളൊക്കെ നമുക്കിന്ന് മേടിക്കാൻ കിട്ടും. പിന്നെ ഈ പ്ലാവ് നട്ടാൽ നമുക്ക് 2-ാം വർഷം തുടങ്ങി ചക്ക കിട്ടും കേട്ടോ. സാധാരണ പ്ലാവൊക്കെ വെച്ചാൽ ഒരുപാട് നാൾ കാത്തു നിൽക്കണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വച്ച് 2-ാം വർഷം തുടങ്ങി ചക്ക കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഈ പ്ലാവൊക്കെ നഴ്സറികളിൽ നിന്നൊക്കെ മേടിച്ച് വെക്കണം. സ്ഥലമില്ലാത്തവർക്ക് ടെറസിൽ ഡ്രമ്മിലും വെക്കാം. പിന്നെ നമുക്കിന്ന് ഈ HDP ഗ്രോ ബാഗ് പോലെ ഫ്രൂട്ടൊക്കെ വെക്കണ വലിയ ഗ്രോ ബാഗുകളൊക്കെ മേടിക്കാൻ കിട്ടും. അതിലൊക്കെ വെക്കാം. പിന്നെ നമ്മുടെ മുറ്റത്ത് നല്ലൊരു ഭംഗിയാണ്, ഒരു അലങ്കാരം തന്നെ പറയാം ഈ പ്ലാവ് ഒക്കെ വെച്ച് പിടിപ്പിച്ചാൽ. അപ്പോൾ നമ്മുടെ മുറ്റത്തൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ പ്ലാവൊക്കെ നട്ടുപിടിപ്പിക്കണം.